നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഈ വീഡിയോയിലൂടെ ജനങ്ങൾക്ക് ഞാൻ എത്തിക്കുന്നത് എത്തനോൾ കലർന്ന പെട്രോൾ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ്. പക്ഷേ ഇപ്പോൾ രാജ്യമൊട്ടാകെ ഈ എത്തനോൾ കലർന്ന പെട്രോളിനെ കുറിച്ച് ഭയങ്കര പ്രക്ഷോഭത്തിൽ ഇപ്പോൾ നടക്കുകയാണ്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് BS1 മുതൽ BS4 വരെയുള്ള കാർബറേറ്ററുള്ള വാഹനങ്ങളും അതിനെ പരിചരിക്കുന്ന മെക്കാനിക്കുകളും ഒത്തിരി കഷ്ടപ്പെട്ടാണ് അവരിതിനെ ഈ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തുള്ള അനുഭവം എന്ന് വെച്ചിരുന്ന ഈ വാഹനം നമ്മൾ ഓടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര മിസ്സിങ്, വെട്ടിപ്പിടുത്തം. ഇങ്ങനെ വെട്ടിയ വണ്ടി ഓടുള്ളൂ. ടൗണിലാണെങ്കിൽ ഒട്ടും ഓടിക്കാനൊക്കില്ല, അങ്ങനത്തെ ഒരവസ്ഥ. പിന്നെ അത് കൂടാതെ ഈ കാർബറേറ്ററിൻ്റെ അടിയിൽ കൂടെ തന്നെ ഓവർഫ്ലോ. അത് നമ്മൾ വാഹനം ഓടിച്ചാലും വെച്ചിരുന്നാലും അത് അടിയിൽ കൂടെ അങ്ങ് പോകും. പെട്രോൾ ടാപ്പ് അടച്ചില്ലെങ്കിൽ അപ്പോഴത് വെളിയിൽ പോകും. പിന്നെ അത് കൂടാതെ ഈ 3, 4, 5 ദിവസം വാഹനം ഒന്ന് എടുക്കാതിരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയാൽ ഒരിക്കലും വണ്ടി സ്റ്റാർട്ടാകില്ല. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കാർബറേറ്ററും ടാങ്കും ഇളക്കി ക്ലീൻ ചെയ്ത് അതിനകത്ത് നല്ല പ്യൂർ പെട്രോൾ ഒഴിച്ചതിന് ശേഷം ആ വാഹനം പിന്നെ ഉപയോഗിക്കാനൊക്കെ ഉള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ചിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞാനൊന്നില്ല വിവരിച്ചു തരാം. ഇതിലിപ്പം 2 തരം പെട്രോളാണ്. പ്രീമിയം പെട്രോൾ, ഇത് എത്തനോൾ കലർന്ന പെട്രോൾ. ഇത് പ്രീമിയം പെട്രോൾ നമ്മൾ ഒഴിച്ചിട്ട് എത്ര ഷേക്ക് ചെയ്താലും അത് പ്യൂറായിട്ട് തന്നെ ഇരിക്കും. കണ്ടില്ലേ? പഴയ എത്തനോൾ കലർന്ന പെട്രോൾ ഷേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കഞ്ഞിവെള്ളം പോലെ ഇരിക്കും. ഇത് അതേപോലെ ഇരിക്കും. ഈ ജെറ്റ് വരുന്നതും ഫംഗസ് വരുന്നതും ഇത് നമ്മളിപ്പോഴും അത് പൈലറ്റ് ജെറ്റിൽ കടക്കുന്നത്, പൈലറ്റ് ജെറ്റിൽ തടസ്സം വരുന്നത് കാണിച്ചു തരാം. ഇപ്പം പ്യൂറായിട്ടുള്ള പെട്രോൾ നമ്മൾ ഒഴിക്കുകയാണ്. അതിനകത്ത് ഒഴിച്ചു കഴിയുമ്പോഴത്തേക്ക് അടിവശത്തിനെ വരുന്നതാണ്ട തൊട്ട് വന്നുകൊണ്ടിരിക്കും. അത് ജെറ്റ് വഴി പാസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അതേ സമയത്ത് എത്തനോൾ കലർന്ന പെട്രോൾ നമ്മളിൽ ഒഴിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടേ ഇറങ്ങുള്ളൂ. ഇറങ്ങുന്ന ഈ വ്യത്യാസമാണ് ഇതുമായിട്ടുള്ളത്. അതേ സമയത്ത് ഇതിനാണെങ്കിൽ പ്യൂറായിട്ടുള്ള പെട്രോൾ ഇറങ്ങിക്കൊണ്ടിരിക്കും. കണ്ട കാണിക്കാനായിട്ട് ഇതിപ്പം അടുത്ത് തന്നെ കാണിച്ചു തരാം. ഇത് പ്യൂറും ഇത് എത്തനോളുള്ളതും. ഈ പെട്രോൾ ജെറ്റ് വഴി കടക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് ഇത്രയും പ്രക്ഷോഭത്തിന് കാരണം. ജനങ്ങൾ പറയുന്നതിൽ ഒരു കള്ളത്തനവും ഇല്ല, ഉള്ള യാഥാർത്ഥ്യമാണ് ജനങ്ങൾ പറയുന്നത്. അതിനോടനുബന്ധിച്ചിട്ട് മെക്കാനിക്കിന് മാത്രമേ ഇതിനെക്കുറിച്ചിട്ടുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഗവൺമെൻറ് കണ്ടെത്തണം.
നല്ലൊരു പരിഹാരം കണ്ടെത്തണം. ഇത് മുഖാന്തരം ഈ E20 പെട്രോള് വിപണിയിൽ സപ്ലൈ ചെയ്യുന്നതിൽ ഗുണങ്ങളെന്ന് വെച്ചിരുന്ന ഈ എത്തനോൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾക്കും ദോഷങ്ങളെന്ന് വെച്ചിരുന്ന ഇത് ഉപയോഗിക്കുന്ന ജനങ്ങൾക്കും മെക്കാനിക്കുകൾക്കുമാണ് ഇതിൻ്റെ ദോഷം വരുന്നത്. പക്ഷേ ഇത് ഏത് രീതിയിൽ പൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ ശരി തന്നെയാണ്. ഇപ്പം നമ്മൾ പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് ഇപ്പം BS6 സ്റ്റേജാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷേ അതിന് വേണമെങ്കിൽ നമുക്കാണെങ്കിൽ പലതരത്തിൽ വേറെ മാർഗങ്ങളും കാറ്റലിറ്റിക് കൺവെർട്ടർ ഉപയോഗിച്ച് നമുക്ക് ഇതിനകത്ത് പൊല്യൂഷൻ നമുക്ക് കുറച്ചെടുക്കാം. അതിന് വേണ്ടുന്ന രീതിയിലുള്ള മറ്റ് പല സംവിധാനങ്ങളും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഗവൺമെൻറ് കണ്ടെത്തണം. നമസ്കാരം.